നമസ്കാരം. എൻ്റെ പേര് കെ സാദ്. ചൂരമല മുണ്ടക്കായ് ദുരന്തബാധിത സ്ഥലത്തുണ്ടാകുന്ന വാഗമമ്പറാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ടൗൺഷിപ്പിലാണ്. കഴിഞ്ഞ 1 കൊല്ലവും 7 മാസവുമായിട്ട് സർക്കാർ ദുരന്തബാധിതരെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ലോകത്തിന്റെ മാതൃകയാവുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഏറ്റവും വലിയ തെളിവുകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ 410 വീടുകൾ പൂർത്തീകരിക്കാൻ പോകുന്നത്. ഈ മാസത്തോടുകൂടി അവസാനത്തോടു കൂടി 178 പേർക്ക് വീട് നൽകാനുള്ള തീരുമാനമായിട്ടുണ്ട്. അതുപോലെ തന്നെ തൊട്ടു മുമ്പ് വന്നൊരു വിപ്ലവകരമായിട്ടുള്ള ഒരു തീരുമാനം എന്ന് പറയുന്നത് ദുരന്തബാധിതരായിട്ടുള്ള മുഴുവൻ ആളുടെയും എല്ലാ ലോണുകളും എഴുതിത്തള്ളാമെന്നതാണ്. അതിനകത്ത് വ്യാപാരികളുണ്ട്, വ്യാപാര കച്ചവടം നടത്തിയ ആളുകളുണ്ട്, ബിൽഡിംഗ് ഓണേഴ്സ് ഉണ്ട്, അതുപോലെ വാഹനം, സ്വർണം, കാർഷിക മേഖല, വീടിന്റെ ലോൺ, എല്ലാ മേഖലകത്തുണ്ടാവുന്ന വിദ്യാഭ്യാസ ലോൺ ഉൾപ്പെടെ സർക്കാർ പൂർണ്ണമായിട്ടും എഴുതിത്തള്ളാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ DDMA മീറ്റിംഗിനകത്ത് അതിന്റെ ഗുണഭോക്തൃ ലിസ്റ്റ് തയ്യാറാക്കുകയും അതിൽ 8 കോടി രൂപയോളമാണ് സർക്കാർ ആ ഇനത്തിൽ മാത്രം മാറ്റിവെച്ചിട്ടുള്ളത്. അതിന്റെ തൊട്ട് മുമ്പ് നേരത്തെ ഒരു പദ്ധതിയാണ് ജൂലൈ 30 മുതൽ ഇന്ന് വരെ ഉണ്ടാവുന്ന ദുരന്തബാധിതരായിട്ടുള്ള ആളുകൾക്ക് 6 കോടി രൂപയോളം അവർ ചികിത്സാ ഫണ്ടുമായി ബന്ധപ്പെട്ട് മാറ്റിവെച്ചത്. ഗർഭരോഗികളാവട്ടെ, അതിനുശേഷം അവർക്ക് വന്ന ഏത് അസുഖം വന്നാലും അതിന്റെ ബില്ല് ഹാജരാക്കിയാൽ തീർച്ചയായിട്ടും ആ ഫണ്ട് പൂർണ്ണമായിട്ടും സർക്കാർ കൊടുക്കുന്ന നിലപാട് സ്വീകരിച്ചു. വിദ്യാഭ്യാസ മേഖലയാണെങ്കിൽ ഇന്നും ആ കുട്ടികൾ KSRTC ബസ്സിനകത്ത് അവരെ വീട്ടിൽ നിന്ന് കയറി തിരിച്ചവരെ വീട്ടിലേക്ക് എത്തിക്കുന്ന നിലപാട് സ്വീകരിക്കും. അങ്ങനെ എല്ലാ മേഖല എടുത്ത് നോക്കുകയാണെങ്കിൽ, അതുപോലെ സ്കൂളുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഒരു 2.5 ഏക്കർ പഞ്ചായത്തിൽ സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ LP, UP അതുപോലെ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നിർമ്മാണം തുടങ്ങാൻ പോകുന്നു. അപ്പോൾ ഈ ദുരന്തബാധിതരായിട്ടുള്ള ആളുകളെ ലോകത്തിന് മാതൃകയാവുന്ന രീതിയിലേക്കാണ് സംസ്ഥാന സർക്കാർ ഇതുവരെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു മാസത്തോട് കൂടി 178 വീട് കൊടുക്കുകയും 2 മാസത്തിനോടൊപ്പം ഏപ്രിൽ ആകുമ്പോഴേക്കും പൂർണ്ണമായിട്ടും 410 ആളുകളെയും ഇതിനകത്ത് ഉൾപ്പെടുത്തി അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള അതിശക്തമായ രീതിയിലേക്കുള്ള മുന്നേറ്റമാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്.